ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരിടത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞ വേളയിൽ അവർ വളരെയേറെ ജോലി ഉള്ളവരാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും ജോലി തീർത്ത് പെട്ടെന്ന് തന്നെ ഓടി വീട്ടിലേക്ക് അണയാൻ ശ്രമിക്കുമായിരുന്നു. കാരണം ഭർത്താവ് വരുമ്പോഴേക്കും ഭാര്യ വരുന്നു, കാപ്പി ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്നു. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം. ഇത് കണ്ട് തൻ്റെ അയൽപ്പക്കാർക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങി. ഇവർ എപ്പോഴും ചിരിച്ച് സന്തോഷിക്കുന്നു, അവരുടെ ഇടയിൽ വഴക്കുകളില്ല, തർക്കങ്ങളില്ലെങ്കിൽ അഥവാ തർക്കങ്ങൾ വന്നാൽ തന്നെ അവർ പെട്ടെന്ന് അത് സോൾവ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട ഒരു 2-3 കൂട്ടർക്ക് ഒരു സങ്കടം, ഇവരെങ്ങനെയെങ്കിലും തെറ്റിപ്പിക്കണം. അപ്പോൾ അതിനവരെന്ത് ചെയ്യുന്നറിയോ, ഒരു തമാശയായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പോലും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ 2-3 കൂട്ടർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇവർ രണ്ടുപേരുടെയും ഫോണുകളിലേക്ക് മാറി മാറി ചാറ്റിങ് തുടങ്ങി. അപ്പോൾ ഇവർ ഫേക്ക് അക്കൗണ്ട് മൂലമാണ് ചാറ്റിങ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ രണ്ടുപേരും 2 തലങ്ങളിലേക്ക് മാറുകയാണ്. കാരണം ഈ വീട്ടിലുള്ള ഭാര്യയെക്കാളും അല്ലെങ്കിൽ ഭർത്താവിനേക്കാളും കൂടുതൽ താനെടുത്തുകൊണ്ട് പോകുന്ന ഡ്രസ്സിൻ്റെ ചേഞ്ചിങ്ങും താനിട്ടുകൊണ്ട് പോകുന്ന ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ഒക്കെ കളറുകളും, അല്ലെങ്കിൽ അത് കൊള്ളാമായിരുന്നു, ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ മനോഹരമായിരുന്നു എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടുപേരും ചേഞ്ച്ഡ് ആവാൻ തുടങ്ങി. പരസ്പരം ഇവരുടെ വാക്കുകൾ മുറിഞ്ഞു തുടങ്ങി. രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ബിസിയായി തുടങ്ങി. അത്രയും നാളും അവർ രണ്ടുപേരും സഹകരിച്ച് സമയം കണ്ടെത്തി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവർ പരസ്പരം തെന്നി മാറാൻ തുടങ്ങി. ഇവരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വരികയാണ്. ഈ കയറി വരുന്ന അവസ്ഥയിൽ ഇവർ രണ്ടുപേരും 2ആയി മാറുകയാണ്. ഇവരുടെ ചിന്താരീതികൾ മാറുകയാണ്. പരസ്പരം കുഞ്ഞു കുഞ്ഞു കലഹങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. കാണാനായിട്ട് നിൽക്കുന്ന അതിഥികൾക്ക് വളരെ ഏറെ സന്തോഷം. കാരണം ഒരു കുടുംബം നശിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് സാധിച്ചല്ലോ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിച്ചു, ബാക്കിയുള്ളത് ഇനി മുന്നോട്ട് പോയിക്കോളും, അവർ അതിന് പിൻവാങ്ങി. പതുക്കെ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ തുടങ്ങി. വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് പണ്ട് എന്നെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ പല വാഗ്ദാനങ്ങളും നൽകിയതാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെയല്ലായിരുന്നു, വളരെ എന്താ പറയുക എളിമയുള്ളൊരു സ്ത്രീയായിരുന്നു, പക്ഷേ ഇപ്പം നീ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും പഴിചാരാനും തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഊതി വീർപ്പിക്കാനല്ല നോക്കേണ്ടത്. നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കാം മനഃപൂർവ്വം. അല്ലെങ്കിൽ നമുക്ക് കാര്യകാരണ സഹിതം അറിയില്ലെങ്കിൽ നമ്മളതിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലത്. ഒരു കാര്യവും അറിയാണ്ട് ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ തലയും വാലൊന്നും ആരും കേൾക്കില്ല. നടുക്കഷ്ണം മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ആ നടുക്കഷ്ണം കൊണ്ട് കിട്ടിയവർ ഓടുകയാണ്. കാരണം എന്താണെന്നറിയോ, മറ്റുള്ള പാത്രങ്ങളിലേക്ക് പകർന്നു കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഇതിന് സുഖം കിട്ടത്തില്ല. അങ്ങനെയുള്ള പാത്രങ്ങളാണ് ഇപ്പോഴത്തെ ജോലി സ്ഥലങ്ങളും എന്താ പറയുക പ്രവർത്തന മേഖലകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ആരുടെയെങ്കിലും കുടുംബം കലക്കാനായിട്ടാണോ അതോ കൂട്ടിച്ചേർക്കാനായിട്ടോ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. താങ്ക് യു.